നമസ്കാരം. സംസ്കാരവും സാമൂഹ്യവൽക്കരണവും എന്ന ചാപ്റ്റർ, അതിലെ 3ാമത്തെ ക്ലാസ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച സംസ്കാരത്തിൻ്റെ മാനങ്ങൾ അല്ലെങ്കിൽ ഡൈമെൻഷൻസ് ഓഫ് കൾച്ചർ എന്നൊരു ഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് തന്നെ വരുന്ന നൈതിക സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ നോമേറ്റീവ് കൾച്ചറിൻ്റെ കുറച്ച് അതിനകത്തുള്ള കുറേ കാര്യങ്ങൾ ആണ് ഈ ആദ്യത്തെ ഈ ഒരു ചെറിയ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു, നൈതിക സംസ്കാരം എന്ന് പറയുമ്പോൾ നിയമവും വഴക്കവും ഒക്കെ ചേർന്ന് വരുന്നതാണ് എന്ത് നൈതിക സംസ്കാരം എന്ന് പറയുന്നത്. സമൂഹം ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ, ആചാരങ്ങൾ, വഴക്കങ്ങൾ എല്ലാമാണ് നൈതിക സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നിയമം എന്താണ്, വഴക്കം എന്താണ് എന്നൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ക്ലാസ്സിൽ. മനസ്സിലായല്ലോ? സോ വി ഹാവ് ഓൾറെഡി ലേൺഡ് അബൌട്ട് നോമേറ്റീവ് കൾച്ചർ. ആൻഡ് നോമേറ്റീവ് കൾച്ചർ എന്ന് പറയുമ്പോൾ എന്താണത്? നോമേറ്റീവ് കൾച്ചർ കൺസിസ്റ്റ് ഓഫ് ഫോക്ക് വേസ്, മോർസ്, കസ്റ്റംസ്, കൺവെൻഷൻസ്, ലാസ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്താണ് ഈ ഫോക്ക് വേസും മോർസും ലാസും തമ്മിലുള്ള വ്യത്യാസം എന്ന് ഡിഫറൻസ് ബിറ്റ്വീൻ നോംസ് ആൻഡ് ലാസ് എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതായത് നിയമവും വഴക്കവും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ചിലപ്പോൾ ചെറിയ മാർക്കിന് ചോദിക്കാൻ ഡിഫറൻസ് ബിറ്റ്വീൻ ലോ ആൻഡ് നോംസ്, നിയമവും വഴക്കവും. നിയമം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിനാൽ നിർവചിക്കപ്പെട്ട ഒരു ഔപചാരിക ഉത്തരവാണ് നിയമം എന്ന് പറയുന്നത്. ഗവൺമെന്റിനാൽ നിർവചിച്ചു വച്ചിരിക്കുന്ന ഒരു ഔപചാരികം ഒഫീഷ്യലായിട്ടുള്ള ഒരു ഉത്തരവാണ് നിയമം എന്ന് പറയുന്നത്. ഓക്കെ, so the law is a formal sanction defined by government എന്നാണ് പറയുന്നത്. And all citizens in the society must obey laws. എല്ലാവരും നിയമം അനുസരിക്കണം. അപ്പോൾ ഗവൺമെന്റ് ആണ് നിയമം ഉണ്ടാക്കുന്നത്. ഗവൺമെന്റിനാൽ നിർവചിക്കപ്പെട്ട ഒരു ഔപചാരിക ഉത്തരവാണ് നിയമം എന്ന് പറയുന്നത്. ഗവൺമെന്റ് ഉണ്ടാക്കുന്നതാണ് നിയമം അല്ലെ? നിങ്ങൾക്കറിയാം, നമ്മുടെ നിയമസഭയിലാണ് നിയമത്തിന്റെ കരട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയും ഗവൺമെന്റ് അതിനെ അപ്രൂവ് ചെയ്യുകയും നമ്മൾ സെലക്ട് ചെയ്ത് വിടുന്ന പ്രതിനിധികളൊക്കെ അതിനെ ചർച്ച ചെയ്യുകയും അംഗീകരിക്കുകയും ബില്ലാക്കുകയും ഒക്കെ ചെയ്തു പിന്നെയാണ് അത് നിയമമായിട്ട് മാറുന്നത്. അപ്പോൾ ഗവൺമെന്റിനാൽ നിർവചിക്കപ്പെട്ട ഒരു ഔപചാരിക ഉത്തരവാണ് നിയമം എന്ന് പറയുന്നത്. എ ലോ ഈസ് എ ഫോർമൽ സാങ്ഷൻ ഡിഫൈൻഡ് ബൈ ഗവൺമെന്റ്. നിയമം എല്ലാവരും അനുസരിക്കണം. ഓൾ സിറ്റിസൺസ് മസ്റ്റ് ഒബേ ലാസ്. ഇനി അനുസരിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? അനുസരിച്ചില്ലെങ്കിൽ ശിക്ഷ ലഭിക്കുന്നു. ഇഫ് യു ആർ നോട്ട് ഒബേയിങ് ദാറ്റ് ലോസ് യു വിൽ ഗെറ്റ് പണിഷ്മെന്റ്. വയലേഷൻ ഓഫ് ലോ ഈസ് പണിഷബിൾ എന്നുള്ളതാണ്. അപ്പോൾ അതത്രയുമാണ് നിയമത്തിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി അടുത്തത് വഴക്കം എന്താണെന്ന് നോക്കാം. നോംസ് അഥവാ വഴക്കം, ഇത് അനൗപചാരികമാണ്. ഇതിന് ഒഫീഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക, ഗവൺമെന്റിന്റെ ഒന്നും പിന്താങ്ങലൊന്നുമില്ല. വഴക്കം എന്നാൽ കാലാകാലങ്ങളിൽ സമൂഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ള എഴുതപ്പെടാത്ത നിയമങ്ങളാണ് വഴക്കം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ നമുക്ക് എന്ത് പറയാം? അനൗപചാരികം അല്ലെങ്കിൽ ഇൻഫോർമൽ എന്ന് നമുക്ക് പറയാം. ഇത് അനൗപചാരികമാണ്. വഴക്കങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ ഉണ്ടാകില്ല, ശിക്ഷ ഉണ്ടാകണമെന്നൊന്നും ഇല്ല. അനുസരിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, ചിലപ്പോൾ ഒരു വഴക്ക് കിട്ടാം, അല്ലെങ്കിൽ അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ. പക്ഷെ അനുസരിച്ചില്ലെങ്കിൽ നമുക്ക് ശിക്ഷയൊന്നും കിട്ടണമെന്ന് ഇല്ല. ഉദാഹരണത്തിന് സൂര്യ അസ്തമിച്ച് കഴിഞ്ഞാൽ കുട്ടികൾ പുറത്തു പോകരുത് എന്ന് ഒരു കുടുംബത്തിൽ ആരെങ്കിലും മുതിർന്ന അംഗങ്ങൾ പറയുന്നു. ചില കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ ഇങ്ങനെ പറയുന്നത് ചെറിയ കുട്ടികൾ അനുസരിക്കാതെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തായിരിക്കും? അവനെ തൂക്കിക്കൊല്ലോ? ഇല്ല അല്ലേ? അത് നിയമമല്ല, അതൊരു വഴക്കമാണ്. അപ്പോൾ ആ വഴക്കം അനുസരിച്ചില്ലെങ്കിലും അയാളെ എന്ത് ചെയ്യില്ല? തൂക്കിയൊന്നും കൊല്ലില്ല. അപ്പോൾ വഴക്കം ഇംഗ്ലീഷ് എന്താണ്? നോംസ് എന്നാണ്. മനസ്സിലായല്ലോ? നോംസ് എന്ന് പറയുന്നത് എന്താണ്? നോംസ് ആർ ഇംപ്ലിസിറ്റ് റൂൾസ് എന്നാണ് പറയുന്നത്. നോംസ് ആർ ഇൻഫോർമൽ റൂൾസ് ആണ്. അതിന് ഗവൺമെന്റിന്റെ സപ്പോർട്ടൊന്നുമില്ല, അതുകൊണ്ട് അതിന് ഇൻഫോർമൽ റൂൾ എന്ന് നമുക്ക് പറയാം. ഇനി വഴക്കങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ ശിക്ഷ ഉണ്ടാകണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ശിക്ഷ കിട്ടും. അപ്പൂപ്പൻ്റെ കയ്യിൽ നിന്ന് ചിലപ്പം നല്ല ചുട്ട അടി കിട്ടുക, അച്ഛൻ്റെ കയ്യിൽ നിന്നൊക്കെ അടിയോ അമ്മയുടെ കയ്യിൽ നിന്ന് പിച്ചോ ഒക്കെ ചിലപ്പം നമുക്ക് അനുസരിച്ചില്ല എങ്കിൽ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ കിട്ടണം എന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ചിലപ്പം ചില വീട്ടുകാർ പറയും വൈകുന്നേരം 6 മണിക്ക് മുമ്പ് വീട്ടിനകത്ത് കളിച്ചിട്ട് വന്ന് കയറിക്കോണമെന്ന് പറയും. അപ്പോൾ അതനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടി കിട്ടാം,
ചിലപ്പോൾ അടി കിട്ടാതെ ഇരിക്കാം അല്ലേ. അത് അനുസരിച്ചില്ല എങ്കിൽ നമ്മളെ ആരും എവിടെയും വലിയ രീതിയിലൊന്നും ശിക്ഷിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഒരു നിയമം ചിലപ്പോൾ എല്ലാ കുടുംബത്തിലും ഉണ്ടാകണമെന്നില്ല. എൻ്റെ കുടുംബത്തിൽ ചിലപ്പം 8 മണിക്ക് കയറി വന്നാൽ മതിയായിരിക്കും, എന്നാൽ തൊട്ട അയൽപക്കത്തെ ആളിൻ്റെ വീട്ടിൽ ചിലപ്പോൾ 5 മണിക്ക് കയറി വരണമായിരിക്കാം. അല്ലെങ്കിൽ ചിലർ രാത്രിയും കുട്ടികളെ കറങ്ങാൻ പുറത്തേക്ക് വിടുന്നതായിരിക്കും, ചിലരങ്ങനെ വിടുന്നില്ല. അപ്പം ഈ വഴക്കം എന്ന് പറയുമ്പോൾ ഓരോ സമൂഹങ്ങളിലും ഓരോ ഗ്രൂപ്പുകളിലുമൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും എന്നുള്ളതാണ്. ഇനി വഴക്കങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? വഴക്കങ്ങൾ വ്യക്തികളെ നിയന്ത്രിക്കാനാണ്. നിയമങ്ങളും വഴക്കങ്ങളും വ്യക്തികളെ അല്ലെങ്കിൽ സമൂഹങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. അപ്പം വഴക്കങ്ങൾ വ്യക്തികളെ നിയന്ത്രിക്കുന്നു എന്നും നമുക്ക് പറയാം. അപ്പം അത്രയുമാണ് നിയമവും വഴക്കവും തമ്മിലുള്ള വ്യത്യാസം. ഇത് ചിലപ്പോൾ ഒരു 3 മാർക്കിന് 4 മാർക്കിനൊക്കെ ചോദിക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ലോ ആൻഡ് നോംസ്. വഴക്കത്തിന്റെ ഇംഗ്ലീഷ് എന്താണ്? നോംസ് ആണ്. അത് ഇൻഫോർമൽ ആണ്. അത് അനുസരിച്ചില്ലെങ്കിൽ ഇഫ് യു ആർ നോട്ട് ഒബേയിങ് ദ നോംസ് യു വോണ്ട് ഗെറ്റ് പണിഷ്മെന്റ്. ചിലപ്പം പണിഷ്മെന്റ് കിട്ടാം, ബട്ട് പണിഷ്മെന്റ് ഈസ് നോട്ട് കമ്പൽസറി. ആൻഡ് നോംസ് കൺട്രോൾ ഇൻഡിവിജ്വൽസ്. ഇനി അടുത്തത് സംസ്കാരവും സത്വവും എന്ന ഭാഗത്തിലേക്കാണ് പോകുന്നത്. അതായത് പിന്നെ കൾച്ചർ ആൻഡ് ഐഡന്റിറ്റി എന്നുള്ളതാണ്. സത്വം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ ഒരു ഐഡന്റിറ്റി എന്നൊക്കെ നമുക്ക് പറയാം. കൾച്ചർ ആൻഡ് ഐഡന്റിറ്റി എന്നുള്ള ഭാഗമാണ്. ഇപ്പോൾ വ്യക്തിത്വം അഥവാ സത്വം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഇൻഹെറിറ്റന്റ് ആയിട്ട് കിട്ടുന്നതല്ല, പൈതൃകമായി നമുക്ക് ലഭിക്കുന്നതല്ല, പാരമ്പര്യമായി കിട്ടുന്നതേ അല്ല. വ്യക്തിക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പിന് മറ്റുള്ളവരുമായുള്ള ബന്ധത്തിലൂടെ ലഭിക്കുന്നതാണ് സത്വം എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് മറ്റുള്ളവരുമായുള്ള ബന്ധത്തിലൂടെ ലഭിക്കുന്നതാണ് എന്ത്? സത്വം അഥവാ വ്യക്തിത്വം എന്ന് പറയുന്നത്. വ്യക്തിക്കും സംഘത്തിനും സത്വം ഉണ്ടായിരിക്കും. എല്ലാ ഗ്രൂപ്പുകൾക്കും അവരുടേതായ സത്വം ഉണ്ട്. ഈച്ച് ആൻഡ് എവറി ഗ്രൂപ്പ് ഹാസ് ഇറ്റ്സ് ഓൺ ഐഡന്റിറ്റി. കൾച്ചർ ആൻഡ് ഐഡന്റിറ്റി. സത്വം ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണ്? ഐഡന്റിറ്റി എന്നാണ്. Identities are not inherited. Individual and groups form their identity through their relationship with others. We get our identity after we are having relationship with other members of the society. ഓക്കെ, വ്യക്തിക്കും സംഘത്തിനും സത്വമുണ്ട്. എല്ലാ ഗ്രൂപ്പുകൾക്കും അവരുടേതായിട്ടുള്ള സത്വവും ഉണ്ടായിരിക്കും. ഈച്ച് ആൻഡ് എവറി ഗ്രൂപ്പ് ഹാസ് ദെയർ ഓൺ ഐഡന്റിറ്റി. ഇനി ഗ്രൂപ്പുകളുടെ സത്വം ഉപസംസ്കാരത്തെ ഉണ്ടാക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു വിഭാഗത്തിന് അവരുടേതായിട്ടുള്ള ഒരു ഗ്രൂപ്പിന് അവരുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ടാകുമ്പോൾ ഒരു വലിയ സംസ്കാരത്തിനകത്തുള്ള ഒരു ചെറിയ സംസ്കാരമായി മാറുവാൻ സാധ്യതയുണ്ട്. സംസ്കാരത്തിനകത്തുള്ള സംസ്കാരത്തിനെയാണ് ഉപസംസ്കാരം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ജാതിക്കകത്തുള്ള ജാതി ഉപജാതികൾ എന്ന് പറയുന്നു അല്ലെ. ഇപ്പൊ നായന്മാരുടെ ജാതിക്കകത്ത് തന്നെ വിളക്കിത്തല നായർ, കന്ന് നായർ എന്നൊക്കെ പറഞ്ഞ് പല ഉപവിഭാഗങ്ങളുണ്ട്. അപ്പം അതുപോലെ തന്നെ സംസ്കാരം എന്ന വലിയ ആശയത്തിനകത്തുള്ള ചെറിയ ഒരു വിഭാഗത്തിന്റെ പ്രത്യേകമായിട്ടുള്ള ചില സ്വഭാവങ്ങളാണ് ഉപസംസ്കാരം എന്ന് പറയുന്നത്. ഗ്രൂപ്പുകളുടെ സത്വം ഉപസംസ്കാരത്തെ ഉണ്ടാക്കുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു സ്കൂളിൽ പഠിക്കുന്നു. ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിൽ ചിലപ്പോൾ ഒരുപാട് പൈസയുള്ള കുറേ അച്ഛനമ്മമാരുടെ മക്കളുണ്ട്. അവരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഒരു വിഭാഗമാകുകയും അവരുടേതായിട്ടുള്ള ഒരു പ്രത്യേക സംസ്കാരം ആ ക്ലാസ്സിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നതൊക്കെ കുറവായിരിക്കും, ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഒരു സംസ്കാരമായിരിക്കും. അത് ഒരു ഉപസംസ്കാരത്തിന് ഉദാഹരണമാണ്. ഉപസംസ്കാരം എന്ന് പറയുമ്പം സബ് കൾച്ചർ എന്ന് പറയുന്നു. കൾച്ചർ ഹാസ് മെനി സബ് കൾച്ചേഴ്സ്. ഗ്രൂപ്പുകളുടെ സത്വം ഉപസംസ്കാരത്തെ ഉണ്ടാക്കുന്നു. ഒരേപോലെയുള്ള ചില ഗ്രൂപ്പുകളും വ്യക്തികളും അവരുടേതായ ഭാഷ, രീതികൾ, ചിട്ടകൾ ഉണ്ടാക്കി ഒരു ഉപസംസ്കാരം ഉണ്ടാകുന്നു. എങ്ങനെയാണ് സബ് കൾച്ചർ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. Subcultures have their own style, taste and associations. They have their own style, their own taste and associations, and they can be identified through their speech, their dress codes, preference to particular kind of music, or the manner in which they interact with group members. How they are interacting with group members, what type of dress they are wearing, what kind of music they are hearing. അങ്ങനെ ഉള്ള ചില സ്വഭാവ സവിശേഷതകൾ, എന്ത് ഗാനം കേൾക്കുന്നു, എന്ത് ഭാഷയാണ് സംസാരിക്കുന്നത്, എന്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, എന്ത് വസ്ത്രം ധരിക്കുന്നു, ഇങ്ങനെ ഒരേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഒരു ചെറിയ സംസ്കാരത്തിനകത്ത് ഒരു സംസ്കാരം രൂപീകൃതമാകുന്നു. അതിനെയാണ് സബ് കൾച്ചർ അഥവാ ഉപസംസ്കാരം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ?
അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഉപസംസ്കാരം എന്ത് എന്നുള്ളത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡായിട്ട് ഒന്ന് പഠിക്കേണ്ടതുണ്ട്. ഉപസംസ്കാരം എന്നാൽ ഇത് സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് കൾച്ചർ. ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് എ മെയിൻ കൾച്ചർ. ആൻഡ് ഉപസംസ്കാരങ്ങൾക്ക് അവരുടെ ഭാഷ, ശൈലി, അഭിരുചി, സംഘടന എന്നിവ ഉണ്ടായിരിക്കാം. ഫോർ എക്സാമ്പിൾ ഫോർ ദാറ്റ് ഈസ് വരേണ്യവർഗ സംസ്കാരം. അതായത് വരേണ്യവർഗം എന്ന് പറഞ്ഞാൽ ഡോമിനന്റ് കാസ്റ്റ് അല്ലെങ്കിൽ ഡോമിനന്റ് ക്ലാസ് കൾച്ചർ എന്ന് പറയാം, അല്ലെങ്കിൽ യൂത്ത് കൾച്ചർ എന്ന് പറയാം, അല്ലെങ്കിൽ ഇപ്പോൾ തൊഴിലാളി വർഗ സംസ്കാരം എന്ന് പറയാം. ഹിപ്പി സംസ്കാരം എന്ന് പറഞ്ഞ് പണ്ട് ഒരു പ്രത്യേകതരം കൾച്ചർ ഉണ്ടായിരുന്നു. അതായത് അമേരിക്കയിൽ ആരംഭിച്ചതാണ് ഈ ഹിപ്പി സംസ്കാരം എന്ന് പറയുന്നത്. അതിനകത്ത് ആൺകുട്ടികൾ, ഈ അംഗങ്ങളായിട്ടുള്ള ആൺകുട്ടികൾ എല്ലാവരും ഒരു പ്രത്യേകതരം വേഷം ധരിക്കുകയും മുടി നീട്ടി വളർത്തുകയും താടി നീട്ടി വളർത്തുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ അതിനെ നമ്മൾ ഹിപ്പി സംസ്കാരം എന്ന് വിളിക്കുന്നു. അപ്പോൾ സംസ്കാരത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ് ഉപസംസ്കാരം എന്ന് പറയുന്നത്. കൾച്ചർ ഹാസ് മെനി സബ് കൾച്ചേഴ്സ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദി മെയിൻ കൾച്ചർ ആൻഡ് subcultures have their own style, taste and associations. For example, വരേണ്യവർഗ സംസ്കാരം എന്ന് പറയാം. ഇനി അതുപോലെ തന്നെ ഒരു ഉദാഹരണമായിട്ട് ഇതിൽ പറയുന്ന അയൽപക്കത്തിലെ യുവാക്കൾ കായിക വിനോദനത്തിനായി ക്ലബ്ബ് ഉണ്ടാക്കുന്നു, പ്രവർത്തനങ്ങൾ നടത്തുന്നു. ചില സംഗീത കലാകാരന്മാർ ഇങ്ങനെ ഉപസംസ്കാരം രൂപപ്പെടുത്തുന്നു. കായിക വിനോദനത്തിനായിട്ട് അയൽപക്കത്തുള്ള ഒരുപാട് യുവ കലാകാരന്മാർ ചേർന്നുകൊണ്ട് ഒരു ക്ലബ്ബ് രൂപീകരിക്കുകയും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സംസ്കാരം ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ മറ്റൊരു ഉദാഹരണം പറയുന്നുണ്ട്. Women also create their own language, code languages. Through this, they make their own private space beyond the control of men. When they are going for bath at the pond in villages, when they visit pond to bath in rural areas, or drying clothes on the rooftop in urban areas, these ladies gather together and they develop a special culture of their own. They speak in a special language. They make their own code languages and speak. That is subculture. Okay. പിന്നെ ചില സംഗീത കലാകാരന്മാർ ഇങ്ങനെ ഉപസംസ്കാരം രൂപപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ചിലപ്പോൾ എവിടെയെങ്കിലും സ്പോർട്സ് ഒക്കെ നടക്കുമ്പോഴേ ചില ആൾക്കാർ, ചില ചെറുപ്പക്കാരായ കുട്ടികൾ ആ സ്പോർട്സുകാരുടെ ഡ്രസ്സൊക്കെ ഇട്ട് അവരുടെ കണക്ക് മുടിയും ഒക്കെ നീട്ടി വളർത്തി അങ്ങനെ നടക്കും. അതും ഒരു സംസ്കാരമാണ്. അങ്ങനെയുള്ള ഒരു വലിയൊരു ഗ്രൂപ്പ്, ഒരു വിഭാഗം ഉണ്ടായിരിക്കും. അവരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ടാണ് ആ ഒരു സംസ്കാരം ഉണ്ടാകുന്നത്. അപ്പോൾ ഉപസംസ്കാരം അഥവാ സബ് കൾച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ദ മെയിൻ കൾച്ചർ. ആൻഡ് ഈ സബ് കൾച്ചർ ഉപസംസ്കാരങ്ങൾക്ക് അവരുടെ ഭാഷ, ശൈലി, അഭിരുചി, സംഘടന എല്ലാം ഉണ്ടായിരിക്കും എന്നുള്ളതുമാണ്. അപ്പോൾ ഇതൊരു ചെറിയ മാർക്കിന് ചോദിക്കാം, സബ് കൾച്ചർ എന്ത് എന്നുള്ളത്. അടുത്തത് നമ്മൾ 2 ആശയങ്ങളാണ് പഠിക്കുന്നത്. വംശകേന്ദ്രോന്മുഖതയും സാർവജനിനതയും. വംശകേന്ദ്രോന്മുഖതയും സാർവജനിനതയും. ഇത് രണ്ടും ചെറിയ മാർക്കുകൾക്ക് ചോദിക്കും, വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. 4 മാർക്കിനൊക്കെ ചോദിക്കാം. അപ്പോൾ എന്താണ് വംശകേന്ദ്രോന്മുഖത? അതിൻ്റെ ഇംഗ്ലീഷാണ് എത്നോസെൻട്രിസം എന്ന് പറയുന്നു. എത്നോസെൻട്രിസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ശരിക്കും ഒന്ന് ചുരുക്കി എന്ന് പറയാം. വംശകേന്ദ്രോന്മുഖത എന്ന് പറഞ്ഞാൽ മറ്റ് സംസ്കാരങ്ങളെല്ലാം മോശമെന്ന് ചിന്തിക്കുന്നു. സാർവജനിനത എന്ന് പറഞ്ഞാൽ എല്ലാ സംസ്കാരത്തിനെയും ഉൾക്കൊണ്ട് എല്ലാം നല്ലതെന്ന് ചിന്തിക്കുന്ന കാഴ്ചപ്പാടാണ്. ഓക്കെ, ഇതിന് സംസ്കാരവുമായി ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം വംശകേന്ദ്രോന്മുഖത അഥവാ എത്നോസെൻട്രിസം എന്താണെന്ന് നോക്കാം. മറ്റ് സംസ്കാരങ്ങളുടെ ജനങ്ങളുടെ വിശ്വാസങ്ങളെയും പെരുമാറ്റത്തെയും സ്വന്തം സംസ്കാരത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ വിലയിരുത്തുന്നതിനെ വംശകേന്ദ്രോന്മുഖത എന്ന് പറയുന്നു. എന്താണ്? മറ്റു സംസ്കാരങ്ങളുടെ എല്ലാ ആശയങ്ങളെയും സ്വന്തം സംസ്കാരത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ നോക്കും. അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായും മറ്റുള്ളവരുടെ സംസ്കാരത്തിന് നമുക്ക് കുറ്റം കാണാനായിട്ട് സാധിക്കും. നമ്മുടേത് മികച്ചതെന്ന് നമ്മൾ ചിന്തിക്കും, അല്ലേ? സ്വന്തം സംസ്കാരം മറ്റുള്ളവയേക്കാൾ മികച്ചത് എന്ന ധാരണ മൂലമാണ് ഈ ഒരു ചിന്ത അല്ലെങ്കിൽ ഈ ഒരു സങ്കല്പനം ഉണ്ടാകുന്നത്. എത്നോസെൻട്രിസം arises only when cultures come in contact with one another. ഒരുപാട് സംസ്കാരങ്ങൾ ഒന്നിച്ച് മിക്സ് ആവാൻ ഇടയുള്ള സ്ഥലങ്ങളിലാണ് അവനവൻ്റെ കൾച്ചർ നല്ലതെന്ന ചിന്തയുണ്ടാകുന്നത്. ഓക്കെ, എത്നോസെൻട്രിസം ഇസ് ദ ആപ്ലിക്കേഷൻ ഓഫ് വൺസ് ഓൺ കൾച്ചറൽ വാല്യൂസ് ഇൻ ഇവാലുവേറ്റിംഗ് ദ ബിഹേവിയർ ആൻഡ് ബിലീവ്സ് ഓഫ് പീപ്പിൾ ഫ്രം അതർ കൾച്ചേഴ്സ്.
മറ്റു കൾച്ചറിലുള്ള ആൾക്കാരുടെ ബിഹേവിയറിനെയൊക്കെ നമ്മൾ നമ്മുടെ കൾച്ചറിൽ നിന്നുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്യുന്നു, വിലയിരുത്തുന്നു. അതാണ് വംശകേന്ദ്രോന്മുഖത എന്ന് പറയുന്നത്. എത്നോസെൻട്രിസം പ്രൊജക്ട്സ് ദ കൾച്ചറൽ സുപ്പീരിയോറിറ്റി ഓഫ് വൺസ് ഓൺ എത്നിക് ഗ്രൂപ്പ്. നമ്മൾ വലുത്, നമ്മുടെ ഗ്രൂപ്പ് മികച്ചത് എന്ന ഒരു ചിന്ത, നമ്മുടെ സംസ്കാരം മികച്ചത് എന്നുള്ള ചിന്തയാണ് വംശകേന്ദ്രോന്മുഖത എന്ന സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹിറ്റ്ലറിൻ്റെ കാഴ്ചപ്പാട്, ഹിറ്റ്ലർ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ ഹിറ്റ്ലറിൻ്റെ സംസ്കാരം നല്ലത്. അതുപോലെ തന്നെ ചില ഇംഗ്ലീഷുകാർക്ക് ഒരു ചിന്തയുണ്ട്, ബാക്കി ഇന്ത്യൻ സംസ്കാരവും ചൈനയുടെ സംസ്കാരവും ഒക്കെ മോശമാണ്, ഞങ്ങളുടെ സംസ്കാരമാണ് മികച്ചത്, അവർ കൾച്ചർ ഈസ് ദ ബെസ്റ്റ് എന്നുള്ള ചിന്തയാണ് യൂറോപ്യൻസിനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഒരു കോസ്മോപൊളിറ്റൻ ലാംഗ്വേജ് ആയിട്ട് നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും യൂസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് താഴോട്ട് വരുമ്പം പറയാം. ഇപ്പം നമുക്ക് വേറൊരു കാര്യം പറയാം. 1985 തോമസ് മെക്കോളെ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഒരു പഠനത്തിൽ ഒരു മിനിറ്റ്സ് തയ്യാറാക്കുകയും അതിനകത്ത് ആ മിനിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ആ മിനിറ്റ്സിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അയാളുടെ എത്നോസെൻട്രിക് ആറ്റിറ്റ്യൂഡാണ്. ദ കൾച്ചറൽ സുപ്പീരിയോറിറ്റി ഈസ് ക്ലിയർലി ഷോൺ ഇൻ ദ മിനിറ്റ് ഓൺ എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിന് വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയ മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ടു ബി നോട്ടഡ് എന്ന് പറഞ്ഞ് എഴുതുന്നതാണ് മിനിറ്റ്സ്. അപ്പോൾ ആ മിനിറ്റ്സിനകത്ത് അദ്ദേഹം ലോർഡ് മെക്കോളെ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ ഉണ്ടാക്കിയ മിനിറ്റ് ഓൺ എഡ്യൂക്കേഷനകത്ത് പറയുന്നത് എന്താണ്, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ we can create a class of persons of Indian in blood and color but English in taste, opinions, morals and intellect എന്നാണ് പറയുന്നത്. അതായത് പാശ്ചാത്യ വിദ്യാഭ്യാസം നമ്മൾ കൊടുത്താൽ ആ പാശ്ചാത്യ വിദ്യാഭ്യാസം മൂലം എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് ഒരു അനാലിസിസ് നടത്തിയിട്ട് പറയുന്നു, പാശ്ചാത്യ വിദ്യാഭ്യാസം നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ രക്തത്തിലും നിറത്തിലും ഇന്ത്യക്കാരായ, കാരണം വി കനോട്ട് ചേഞ്ച് അവർ ബ്ലഡ് ആൻഡ് അവർ കളർ ബിക്കോസ് വി ആർ ഇന്ത്യൻസ്, രക്തത്തിലും നിറത്തിലും ഇന്ത്യക്കാരായ എന്നാൽ അഭിരുചിയിലും വീക്ഷണത്തിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരായ ഒരു വർഗത്തെ സൃഷ്ടിക്കുക എന്നതാണ് പാശ്ചാത്യ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ആര് പറയുന്നു? മെക്കോളെ പ്രഭു പറയുന്നു. ഓക്കെ, അപ്പോൾ അവിടെ അയാൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹി ഈസ് തിങ്കിങ് ദാറ്റ് the educational system, the culture of Indians are not good, so I am going to introduce western education, and so that we can make an Indian, we can convert an Indian എങ്ങനെ അഭിരുചിയിലും വീക്ഷണത്തിലും ബുദ്ധിയിലുമൊക്കെ ഇംഗ്ലീഷുകാരെ കൂട്ടി ചിന്തിക്കുന്ന ഒരു ഇന്ത്യനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് മെക്കോളെ പ്രഭു അന്ന് 1835 അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ മിനിറ്റ്സിനകത്ത് എഴുതി വയ്ക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ വംശീയ കേന്ദ്രോന്മുഖ മനോഭാവമാണ്, വംശകേന്ദ്രോന്മുഖ മനോഭാവത്തിനെയാണ് കാണിക്കുന്നത്. ഈ വംശകേന്ദ്രോന്മുഖത എന്നുള്ളതിന് വംശീയ കേന്ദ്രോന്മുഖത എന്നും പറയാറുണ്ട്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ഉദാഹരണം ഹിറ്റ്ലറിൻ്റെ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ജാതികളുടെ കാഴ്ചപ്പാട്. പുരാതന ഇന്ത്യയിലെ ജാതി വ്യവസ്ഥകൾ, സ്വന്തം ജാതികളുടെ ആശയങ്ങൾ മികച്ചതെന്ന് ചിന്തിക്കുന്ന ഒരു ചിന്താഗതിയെ നമുക്ക് എത്നോസെൻട്രിസം അഥവാ വംശകേന്ദ്രോന്മുഖത എന്ന് പറയാം. അടുത്തത് സാർവജനികത എന്ന് പറയും. ഇതിൻ്റെ ഇംഗ്ലീഷ് കോസ്മോപൊളിറ്റനിസം എന്നാണ്. കോസ്മോപൊളിറ്റനിസം എന്ന് പറഞ്ഞാൽ എല്ലാ സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളുന്നു. അപ്പുറത്ത് എന്താണ് എത്നോസെൻട്രിസം? ദേ തിങ്ക് ദാറ്റ് their culture is the superior one, their culture is the best one, others culture is not good എന്നുള്ളതാണ്. This cosmopolitanism is just opposite of എത്നോസെൻട്രിസം. വംശകേന്ദ്രോന്മുഖതയുടെ വിപരീതമാണ് സാർവജനികത എന്ന് പറയുന്നത്. മറ്റ് സംസ്കാരങ്ങളെ ഇത് അംഗീകരിക്കുന്നു. കോസ്മോപൊളിറ്റനിസം റെസ്പെക്ട്സ് ആൻഡ് അക്കോമഡേറ്റ്സ് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. ഒരു സംസ്കാരത്തെയും വിലയിരുത്താറില്ല, ഒരു സംസ്കാരത്തെയും കുറ്റപ്പെടുത്താറില്ല, നല്ലതാണോ ചീത്തയെന്ന് അവരെ കമ്പയർ ചെയ്യാറില്ല, എല്ലാത്തിനെയും അംഗീകരിക്കുന്നു. അതുപോലെ വ്യത്യസ്ത സംസ്കാരങ്ങളെ ഉൾക്കൊള്ളുന്നു. അക്കോമഡേറ്റിംഗ് ആൻഡ് റെസ്പെക്റ്റിംഗ് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. അതുപോലെ ദേ എൻകറേജസ് കൾച്ചറൽ എക്സ്ചേഞ്ച് ആൻഡ് ബോറോയിങ് ടു എൻറിച്ച് വൺസ് ഓൺ കൾച്ചർ. ദേ തിങ്ക് ദാറ്റ് ഇഫ് we are exchanging, if we are borrowing, if we are exchanging culture, our culture will enrich. നമ്മുടെ കൾച്ചറിന് കൂടുതൽ നല്ല കാര്യങ്ങൾ കിട്ടും. മറ്റ് കൾച്ചറുകളിൽ നിന്നുള്ള മോശം കാര്യങ്ങൾ കളഞ്ഞിട്ട് നല്ലതെടുത്താൽ
നമ്മുടെ കൾച്ചർ എൻറിച്ച് ആവുമെന്നാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, വ്യത്യസ്ത സംസ്കാരങ്ങളെ ഉൾക്കൊള്ളുന്നു, സാംസ്കാരിക കൈമാറ്റവും കടം വാങ്ങലുകളും, സംസ്കാരങ്ങൾ അങ്ങോട്ട് കൊടുപ്പും ഇങ്ങോട്ട് വാങ്ങലുമൊക്കെ ഈ ഒരു ആശയം, സാർവജനീനത എന്ന് പറയുന്ന ആശയം പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് എല്ലാ സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരുപാട് വ്യത്യസ്ത മതവിഭാഗക്കാർ ഇന്ത്യയിൽ ജീവിക്കുന്നത്. പുറം രാജ്യങ്ങളിൽ നിന്നും ഇവിടേക്ക് വന്ന പലരും ഇവിടെ താമസിക്കുവാനുള്ള കാരണം തന്നെ നമ്മുടെ സംസ്കാരം സാർവജനീനമായ ഒരു സംസ്കാരമാണ്. നമ്മൾ എല്ലാ സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളുന്നു. ഇംഗ്ലീഷ് ഭാഷ എല്ലാവരും ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്, ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു കോസ്മോപൊളിറ്റൻ ലാംഗ്വേജ് ആണ്. This language emerged as an international communicative medium by including foreign words into its vocabulary. അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷ എല്ലാവരും ഉൾക്കൊണ്ട് അതിനെ ഏറ്റെടുക്കുന്നു. അതും സാർവജനീനതയ്ക്ക് ഒരു ഉദാഹരണമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹിന്ദി ഫിലിംസിലൊക്കെ ഇപ്പം ഭാംഗ്ര എന്നൊക്കെ പറഞ്ഞിട്ട് സെമി ക്ലാസിക്കൽ ൻ്റെയും അതുപോലെ പോപ്പിൻ്റെയും കൂടെ, വെസ്റ്റേൺ പോപ്പിൻ്റെയും കൂടെ മിക്സ് ആയിട്ടുള്ള ചില ഗാന ശാഖകളൊക്കെ ഉണ്ട്. അതാണ് ഭാംഗ്രയും ഗസലും എന്നൊക്കെ പറയുന്നത്. ഗസൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഗസൽ പിന്നെ അതിനകത്ത് അത് ഫോറിൻ ഇതും ഉണ്ട്, അതുപോലെ തന്നെ ഇന്ത്യൻ മിക്സും കൂടെയാണ് ഗസൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഇത് രണ്ടും മറ്റ് ഗാനശാഖകളെയും കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മിക്സാണിത് അല്ലേ. അപ്പോൾ സാർവജനീനത മറ്റ് സംസ്കാരത്തെ ഉൾക്കൊള്ളുന്നു, സാംസ്കാരിക കൈമാറ്റം നടത്തുന്നു, കടം വാങ്ങലുകളും നടത്തുന്നു. നമുക്ക് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാകുന്നു. ഭാംഗ്രയും ഗസലും ഒക്കെ മറ്റ് വിദേശ മ്യൂസിക് ഫോമുകളിൽ നിന്നും ഇന്ത്യൻ ഫോമിൽ ഉള്ള ഒരു മിക്സാണ് അല്ലേ. അപ്പോൾ അതാണ് എന്ത്, സാർവജനീനതയും അതുപോലെ തന്നെ വംശ കേന്ദ്രോന്മുഖതയും, എത്നോസെൻട്രിസം ആൻഡ് cosmopolitanism. This part is very, very important. Can be asked for 4 marks or 6 marks. Very important. Okay. So that's all for today. Thank you.